പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ 9 ശീലങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിത്യേന അറിയാതെ നാം ചെയ്തു പോകുന്ന ആ 9 കാര്യങ്ങൾ ഇനി മുതൽ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. 1. എഴുന്നേൽക്കൽ. രാവിലെ 6 മുമ്പ് എഴുന്നേൽക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. 2. ടോയ്ലറ്റ്. നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോവാൻ ഒരു തോന്നലുണ്ടായാൽ ആദ്യത്തെ തോന്നലിൽ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുക. ആയുർവേദത്തിലെ വേഗധാരണം എന്ന കൺസെപ്റ്റ് പ്രകാരം മൂത്രവും മലവും പിടിച്ചു നിർത്തുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്നത് വലിയ രോഗങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥിയോട്, പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും പറയണം, ആവശ്യമാണ് ഇന്റർവെല്ലിനും ഉച്ച സമയത്തുമൊക്കെ മൂത്രം ഒഴിക്കണം എന്ന്. ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാര് കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് പലതും നീട്ടിവെച്ചാലും ഇത് നീട്ടിവെക്കരുത്. കുഞ്ഞിനെ നോക്കിക്കൊടുത്ത് വീട്ടിൽ ബാക്കിയുള്ളവർ സഹകരിക്കുക. അമ്മായിയമ്മമാരുടെ മുന്നിലൊന്നും നാണക്കേട് വിചാരിക്കേണ്ട, കാരണം ഇത് നമ്മെ രോഗത്തിൽ എത്തിക്കും. 3. പല്ല് തേക്കൽ. പൊടി ഉപയോഗിച്ച് കൈകൊണ്ട് ബ്രഷ് കൊണ്ടും 2 മിനിറ്റ് തേക്കണം. ആയുർവേദ പൽപ്പൊടി ഉപയോഗിച്ചാൽ വായ്ക്ക് രുചി മാത്രമല്ല, കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിന് നല്ല രീതിയിൽ ദഹനം ഉണ്ടാവാൻ വരെ അത് സഹായിക്കും. 4. എണ്ണ തേപ്പ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക. കാലിനടിയിൽ തേക്കുമ്പോൾ ഇന്ന് ഏറെ പേര് അലട്ടിക്കൊണ്ടിരിക്കുന്ന സയാറ്റിക്ക എന്ന വാതരോഗം അത് വരാനുള്ള സാധ്യത കുറയും. 5. വ്യായാമം. നെറ്റിയിലും ദേഹത്തും വിയർപ്പ് പൊടിയുന്നതുവരെ ലഘുവായി വ്യായാമം ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ മാത്രമല്ല, മെന്റൽ പവർ വരെ ഇംപ്രൂവ് ചെയ്യും. നല്ല വ്യായാമം കൊണ്ട് വിരുദ്ധാന്നം വരെ ദഹിക്കും. 6. കുളി. ഹൈപ്പർ ടെൻഷൻ തടയാൻ തലയിൽ ആദ്യം പച്ചവെള്ളം ഒഴിച്ചുള്ള കുളി സഹായിക്കും. ദേഹത്ത് വേണമെങ്കിൽ ചൂടുവെള്ളം ആവാം. 7. തുവർത്തൽ. കട്ടിയുള്ള ടവൽ ഉപയോഗിച്ച് തലയിലെ വെള്ളം നന്നായി കളയണം. ഇല്ലെങ്കിൽ ക്രമേണ രക്തവാതം വരും സ്ത്രീകളില്. 8. ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് 8. ഭക്ഷണം. ഒരിക്കലും ഭക്ഷണം കഴിഞ്ഞ ഉടനെ കുളിക്കരുത്. ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന് പഴമക്കാർ പറയും. കുളി കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കണം. നല്ല ഡൈജസ്റ്റീവ് പവർ ഉള്ള സമയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കുക. നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചറമയിലെ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ 8 മുൻപ് തന്നെ കുളിക്കുകയും പ്രാതൽ കഴിക്കുകയും ചെയ്യുന്നവർക്ക് ഹൈപ്പോതൈറോയിഡിസം, അശ്മരി ഇവ വരാനുള്ള സാധ്യത കുറയുന്നു. രാവിലെ കുളിക്കാൻ പറ്റാത്തവർ 7:30 പ്രാതൽ സേവിച്ച് 10 മണിക്ക് കുളിക്കുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത്. ഓരോ 6 മണിക്കൂറിലും കനമുള്ള ആഹാരം കഴിക്കുക. അതിനിടയിലെ 3 മണിക്കൂറിനുള്ളിൽ ലഘുഭക്ഷണം സേവിക്കുക. ഇത് കൊളസ്ട്രോളിന്റെ വർധനവിനെ തടയുന്നു. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണം. അധികം വേഗത്തിലും അധികം സാവധാനത്തിലും ആവരുത്. ഉമിനീര് നന്നായി ചേർന്നിട്ടുള്ള ദഹനം ട്രൈഗ്ലിസറൈഡിന്റെ വർധനവിനെ തടയുന്നു. നമ്മൾ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ബിസി ഷെഡ്യൂളിൽ ഉള്ള ആളുകൾ 2-3 ദോശയൊക്കെ ആയിരിക്കും രാവിലെ കഴിക്കുന്നത്. പക്ഷേ അവർക്ക് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ കൂടുന്നു. എന്താണ് കാരണം എന്ന് വെച്ചാൽ അവർ ആ 2-3 ദോശ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വായിലിട്ടിട്ട് വെള്ളം വായിലിട്ടിട്ട് അങ്ങ് വിഴുങ്ങിക്കളയാണ് ചെയ്യുന്നത്. ശരിക്കും ചവച്ചരന്ന് കഴിക്കുന്നില്ല. അത് കാരണം അവരുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ വർദ്ധിക്കുന്നു എന്ന്. പിന്നെ മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഡൈനിങ് ഹാൾ TV റൂമിൽ നിന്ന് വേർതിരിക്കാത്തവർ TV ഓഫ് ചെയ്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തെ പറ്റി. ഉറക്കം. 9. അവസാനത്തേത്. ഏറ്റവും നല്ലത് രാത്രി 10-നും രാവിലെ 5-നും ഇടയിലുള്ള ഉറക്കമാണ്. സ്നേഹപൂർവ്വം, ഷംജിത് ഡോക്ടർ.